ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ ഇന്നലെ നമുക്ക് യൂട്യൂബ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. വെള്ളിയാഴ്ചത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. പക്ഷേ ഞാൻ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഓപ്ഷന് വേണ്ടിയിട്ടുള്ള പ്രീമിയം ഗ്രൂപ്പിൽ അതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25,400 മേലെ 25,570 വരെ ഒരു ബുള്ളിഷ്നെസ്സും 25,400 മുതൽ 25,415 വരെ ഒരു സൈഡ് ബേസ് മാർക്കറ്റും 25,415 ഒരു ബിയറിഷ് സ്പൈക്കോട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25,200 ഒരു സപ്പോർട്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഗെക്സ് അനാലിസിസ് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഗെക്സിൽ ഏകദേശം 25,100 25,200 എന്ന് പറയുന്ന ഏരിയകളിലൊക്കെ നല്ല സപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗാമ എക്സ്പോഷർ അനാലിസിസ് വിച്ച് ഇസ് ആൻ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ ചില സമയത്ത് നമുക്ക് മാനിപ്പുലേഷൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊന്നുകൂടെ സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതായിരുന്നു ഗെക്സ് അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നമുക്ക് ഏകദേശം ആ ഒരു ഏരിയയിലാണ് നമുക്ക് സപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനനുസരിച്ച് നമ്മളുടെ ഒരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25,300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഗെക്സ് സോണിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സെനാരിയോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചാർട്ടിലൂടെ നോക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഗാമ ബ്ലാസ്റ്റ് അനാലിസിസ് ആണ്. ഗാമ ലെവൽസ് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് മെക്കാനിസം കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ടൂളിനെ പറ്റി ഒരു നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അല്ലാത്തവരാണെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂളാണിത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയുടെ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നമുക്ക് റിസൾട്ട് സീസൺ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇക്വിറ്റി സ്റ്റോക്കുകളിൽ നമ്മളെപ്പോഴും ഗാമ ബ്ലാസ്റ്റ് നോക്കുന്നത് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു നല്ലൊരു ന്യൂസ് ഉണ്ടാകുന്ന ഇവൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഗാമ ബ്ലാസ്റ്റ് വരുന്നത്. അൺയൂഷ്വൽ ആക്ടിവിറ്റിയാണ് വരുന്നത്. അതാണ് നമുക്ക് ഏർലി ബ്രേക്ക്ഔട്ടുകൾ ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റീറ്റെയിൽ ട്രേഡേഴ്സ് വിചാരിക്കുന്ന ലെവലായിരിക്കില്ല ബ്രേക്ക്ഔട്ട് നടക്കുന്നത്. അതിന് മുമ്പേ തന്നെ ഇൻറ്റേർണൽ ബ്രേക്ക്ഔട്ടുകൾ നടന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഗാമ ബ്ലാസ്റ്റിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2-3 അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഡിക്ലെയർ ചെയ്തിട്ടുള്ള 3 സ്റ്റോക്കുകളുടെ റിസൾട്ട് അനലൈസ് ചെയ്തിട്ട് ഏതാണ് അതിൽ നന്നായിട്ട് വന്ന ഗാമ ബ്ലാസ്റ്റ് എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സെക്ഷനിൽ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കുക. വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം വി ക്യാൻ ഗോ ടു ദ അനലറ്റിക്സ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ബിയറിഷ് ബ്ലാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ബിയറിഷ് ബ്ലാസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രീവിയസ് ലുക്ക് ബാക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും ബീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്, വിച്ച് ഈസ് എ ബിറ്റ് സ്കെയറി ആക്ച്വലി. ഓക്കെ, സോ ഇപ്പം ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നമുക്കിനി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു ബിയറിഷ് ബ്ലാസ്റ്റിന് ഒരു ബുൾസ് കോൺക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് എടുക്കാനായിട്ടില്ല എന്നുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാസ്റ്റിന് ഇപ്പോഴും കോൺക്യൂർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ഓൾ ടുഗദർ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഈസ് സ്റ്റിൽ ബിയറിഷ് അല്ലെങ്കിൽ ഒരു വീഴ്ച തുടക്കമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഒരു ഇൻഡിസൈസീവ് ഏരിയ എന്നും വേണമെങ്കിൽ പറയാം. ഒന്നുകിൽ നല്ല വീഴ്ചയുടെ തുടക്കം അല്ലെങ്കിൽ ഒരു റിക്കവറിയുടെ സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി നാളത്തെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു ലിക്വിഡിറ്റി മെക്കാനിസം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. ഇത് നമ്മളെ ലിക്വിഡിറ്റി ലെൻസിൻ്റെ ഒരു എഫിക്കസിയാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. ബാക്ക് ടെസ്റ്റ് എഫിക്കസി ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, സോ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. എപ്പോഴൊക്കെയാണോ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഈ യെല്ലോ എന്ന് പറയുന്നത് ബുള്ളിഷ് ബ്ലാസ്റ്റ് ആണ്. ഞാൻ പച്ച എപ്പോഴും കൊടുത്തിട്ട് ബ്ലാസ്റ്റ് വരുന്ന സമയത്ത് പച്ച വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ടൂൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കളർ ഇവിടെ സെറ്റിങ്സിൽ പോയി മാറ്റിയിട്ടുണ്ട്. ഇവിടെ പോയിട്ട് സ്റ്റൈൽ എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ എല്ലാ കളറുകളും നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാവുന്നതാണ്. ഓക്കെ, അതിനുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഈ ടൂൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബുള്ളിഷ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആണെങ്കിലും ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബുള്ളിഷ് സെനാരിയോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നലത്തെ ഫോള്, അതായത് ഇന്നുണ്ടായിരുന്ന ആ ഒരു ഫോള് കഴിഞ്ഞ വെള്ളിയാഴ്ചയെ അതിൻ്റെ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി വിത്ത് ബിയറിഷ് ബ്ലാസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം മൂവുകൾ മിസ്സാകണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി മെക്കാനിക്സ് ആണെങ്കിലും ബ്ലാസ്റ്റ് ഒക്കെ ആണെങ്കിലും അപ്പം നിങ്ങൾക്കും സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് നടന്നിട്ടുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്, ചെറിയൊരു ലിക്വിഡിറ്റി ബ്ലാസ്റ്റ്. അപ്പോൾ ഇതെല്ലാം 1 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്നുള്ളതാണ്.
ഇപ്പം നോർമലി നമ്മളൊരു ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ എന്താ പറയുക റണ്ണാണ് നടക്കാറുള്ളത്. ലിക്വിഡിറ്റി റൺ ഓർ ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ള പറഞ്ഞിട്ടുള്ള മെക്കാനിസംസ് ഒക്കെയാണ് SMC വരുന്നത്. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗാമ ബ്ലാസ്റ്റിൻ്റെ ഒരു സ്പൈക്ക് വിത്ത് ലിക്വിഡിറ്റി ബ്രേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ പവർഫുൾ സിഗ്നൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് ഈ ടൂൾ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓൾറൈറ്റ്, ഞാനിപ്പോൾ അത് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നാളത്തേക്കുള്ള ലെവൽസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും നാളത്തേക്കുള്ള ലെവൽസ് നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് റീഡ്രോയിങ്സ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ബുള്ളിഷ് ബ്ലാസ്റ്റ് വന്നിട്ടുള്ളൊരു ഏരിയ ഒന്ന് റീമാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ബുള്ളിഷ് ബ്ലാസ്റ്റിൻ്റെ പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബിയറിഷ് ബ്ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ബിയറിഷ് ബ്ലാസ്റ്റ് നടന്നിട്ടുള്ള ഇവിടെയാണ്. സോ അതിൻ്റെ ഒരു പീക്ക് നമുക്ക് ഇവിടെ എടുക്കാം. ഓർ റീസ്ട്രക്ചറിങ് ഓർ റീഡ്രോയിങ് ദിസ് ടു ഹിയർ. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയുടെ ആ ഒരു ഏരിയ കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഒരു പർപ്പിൾ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉള്ളത്. സോ ദിസ് 25,261 എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാളത്തേക്കുള്ള എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ളൊരു ലിക്വിഡിറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഉണ്ട്, ആൻഡ് ദെൻ അത് കഴിഞ്ഞാലുള്ളത് ഇവിടെയാണ്. ഓക്കെ, 25,105 എന്ന് പറയുന്നത്. സോ ഇനിയുള്ള ബിയറിഷ് സപ്പോർട്ടുകളും കൂടി ഞാനിവിടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇതും എടുക്കുന്നുണ്ട്, ഗാമയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതൊരു ബുള്ളിഷ് ഗാമ ആയിരുന്നു, അല്ലെങ്കിൽ ബുള്ളിഷ് ലിക്വിഡിറ്റി ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് ഒരു ബിയേഴ്സ് അവിടെ സപ്പോർട്ട് എടുക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ബോത്ത് എന്താ പറയുക ബിയറിഷ് ലിക്വിഡിറ്റി ആണ്, അതുപോലെ തന്നെ ഗാമ ഏരിയ കൂടി നന്നായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 25,100 എന്ന് പറയുന്നത് ഒന്നുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മേലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം മായ്ച്ച് കളയാണ്. ഓക്കെ, നാളത്തെ വ്യൂ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുകയാണ്. അതായത് 25,332 മേലെ നമുക്കൊരു ബ്രേക്ക് കിട്ടുവാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് എ സിമ്പിൾ മൂവ്. അതായത് ഇങ്ങോട്ടേക്ക് 25,400 വരെ ഒരു മൂവ്, ബിക്കോസ് അവിടെ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്, കണ്ടില്ലേ, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇതുവരെ ഒന്ന് പോയി തിരിച്ച് താഴേക്ക് തന്നെ വരാനാണ് ഒരു സാധ്യത കാണുന്നത്. ഇനി അതല്ല ഇവിടെയും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ ബ്രേക്ക് നമുക്ക് നേരത്തെ വരച്ചിട്ടുള്ള ഈ ഒരു 25,570 വരെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇവിടെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവസ്ഥ, അതൊരു സെനാരിയോ. ഇനി അതല്ല ഇവിടുന്ന് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെയാണ് മാർക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആയിരിക്കും. ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ആണ്, നാളെ ഒരു എക്സ്പയറി ഡേ ആണെന്നുള്ളത് നമുക്കറിയാലോ. ഓക്കെ, അപ്പം ഇത് നമ്മളിപ്പോൾ ചാർട്ടിൽ കാണുന്ന ഒരു വ്യൂ ആണ്. ചാർട്ടിൽ കാണുന്ന വ്യൂ നമ്മൾ OI അനാലിസിസും അതിൻ്റെ കൂടെ തന്നെ ഗെക്സ് അനാലിസിസും കൂടി നോക്കിയിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതാണ്. ഓക്കെ, മൂന്നാമത്തേത് എന്ന് പറയുന്നത് ബിയറിഷ് വ്യൂ ആണ്. ബിയറിഷ് വ്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോൾ ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, ആ ഫസ്റ്റ് ഫോൾ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫോള് നമുക്ക് കണ്ടിന്യൂവേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ദ വേ നമുക്കത് ഇവിടെ വരെ എത്താമെന്നുള്ളതാണ്, 25,100 വരെ. അപ്പോൾ ഈ ഒരു സെനാരിയോക്കാണ് സാധ്യത കൂടുതൽ എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡാണ് ബിയറിഷ് വ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ OI അനാലിസിസ് കൂടി ഇതിലേക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സെനാരിയോക്കാണ് സാധ്യത കൂടുതൽ. ഇവിടെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സൈഡ് വേഴ്സ് മാർക്കറ്റ് കാണാം. ഇനി സപ്പോർട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 25,200 സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ വി ക്യാൻ സി 25,100 എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് മിക്കവാറും നാളെ അത്തരം വയലന്റ് മൂവുകൾ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗാമ ബ്ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗാമ ബ്ലാസ്റ്റിൻ്റെ ഓപ്ഷൻ കോഴ്സ് എടുത്തിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്കും അതൊന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ഷെയർ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, പ്രീമിയം ഗ്രൂപ്പ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മളുടെ ലെവൽസ് എന്ന് പറയുന്നത്. എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. കൂടെ തന്നെ ലിക്വിഡിറ്റി കൂടി മാർക്ക് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനി OI അനാലിസിസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് OI നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പം മാർക്കറ്റിൻ്റെ സ്പോട്ട് നിൽക്കുന്നത് 25,309 സോ ഇറ്റ്സ് അറൗണ്ട് ഹിയർ. അങ്ങനെ നോക്കുന്ന സമയത്ത് അറ്റ് ദ മണിയിലും നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ടവറിങ്ങും സെല്ലേഴ്സാണ് കൂടുതൽ, OI ചേഞ്ചിലും സെല്ലേഴ്സാണ് കൂടുതൽ. നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് ചേഞ്ച് വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇല്ലേ? പുട്ട് അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്, പക്ഷേ കോൾ അഡീഷൻസ് ആണ് നടന്നിട്ടുള്ളത്. 96% OI ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇൻ ദ മണിയിലേക്ക് പോവുകയാണെങ്കിലും സെനാരിയോ അത് തന്നെയാണ്. പുട്ട് അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ
കവറിങ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 56% കോൾ സെല്ലേഴ്സാണ് ഡോമിനൻസ് കാണിക്കുന്നത്. ഇവിടെയും പുട്ട് സെല്ലേഴ്സ് അൺവൈൻഡിങ് ചെയ്തിട്ടുണ്ട്, കോൾ സെല്ലേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ടവറിങ് കൂടുതലാണ്. സോ നമ്മളുടെ ഈ ഒരു ഈ ഒരു സെറ്റപ്പിനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് OI അനാലിസിസിൽ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,100 നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ ഒരു സപ്പോർട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കാം, 25,150 മുതൽ നോക്കുമ്പോൾ 25,100 മുതൽ നോക്കുന്ന സമയത്ത് നമുക്ക് പുട്ട് OI ചേഞ്ചാണ് കൂടുതൽ കാണുന്നത്, ചെറുതായിട്ടെങ്കിലും. അല്ലെങ്കിൽ 25,000 പുട്ട് OI ചേഞ്ച് അല്ലെങ്കിൽ പുട്ട് സെല്ലേഴ്സിൻ്റെ ഡോമിനൻസ് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ 25,000 to 25,100 നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇനി ഗെക്സ് അനാലിസിസിൻ്റെ അപ്ഡേറ്റ്, ഇത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഗെക്സിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് മേലേക്കുള്ള കോൾ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് 1559 ബില്യൺ വാല്യൂ വരുന്നത് 25,300 സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഗെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസൈസീവ് ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മേലേക്കൊരു മൂവ്മെൻറ്റ് കിട്ടും. ഇനി അതല്ല, ഗെക്സിൽ നെഗറ്റീവ് സോണിലേക്ക് വരികയാണെങ്കിൽ, നെഗറ്റീവ് ഗെക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേറ്റഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് ഫോൾ ആണെന്നുണ്ടെങ്കിൽ ഭീമമായിട്ടുള്ള ഫോൾ ആയിരിക്കും വരിക എന്നുള്ളതാണ്. പെട്ടെന്നാണ് ഫോൾ വരിക. അപ്പം 25,250 അല്ലെങ്കിൽ 200 റേഞ്ചിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ തന്നെ, മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ ലെവൽസ് -1085 എന്ന് പറയുന്ന 25,100 ലെവൽ അതിനെ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുട്ട് സെല്ല് ചെയ്ത ആളുകൾ ഉണ്ടാവുമല്ലോ, പുട്ട് സെല്ലേഴ്സ് എന്ന് പറയുന്ന മാർക്കറ്റ് മേക്കേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം നമുക്കറിയാം രണ്ട് സൈഡിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. രണ്ട് സൈഡിൽ അവിടെ കോൾ സെല്ലേഴ്സ് ഉണ്ടാവും, ഇവിടെ പുട്ട് സെല്ലേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ പുട്ട് സെല്ലേഴ്സ് ഇപ്പോൾ 25,200 25,250 പുട്ട് സെല്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ കണ്ടില്ല, നല്ല അത്യാവശ്യം നന്നായിട്ട് പുട്ട് സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ നന്നായിട്ട് പുട്ട് സെല്ലിങ് നടന്നിട്ടുണ്ട്. 86,45,000 ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത്രയും ആളുകൾ, അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സെല്ല് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവർ ഹെഡ്ജ് ചെയ്യേണ്ടി വരും. ആ ഹെഡ്ജിങ് അവർ ചെയ്യുന്നത് കൂടുതൽ അണ്ടർലൈങ് അസറ്റ് സെല്ല് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ സെല്ലിങ്ങിനെ വീണ്ടും ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഗെക്സ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഭീമമായിട്ട് താഴേക്ക് പോവുക എന്ന് പറയുന്നത്. ഗെക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. ഇന്ത്യയിലൊന്നും ഒരു കണ്ടന്റും അതിനെ പറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നമ്മളേതായാലും നമ്മുടെ അഡ്വാൻസ്ഡ് കോഴ്സിൽ ഗെക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ അതിൽ ചെയ്യുന്നതാണ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക. ഏർലി ബേർഡ് ഓഫേഴ്സ് ഒക്കെ അതിലൂടെ വരുന്നതാണ്. ഓക്കെ, ആർക്കെങ്കിലും നമ്മൾ പ്രീമിയം സർവീസസ് ഓപ്ഷനിലാണെങ്കിലും ഇക്വിറ്റിയിലാണ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഇനി അടുത്തൊരു സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഇതാണ്, ഈ ഒരു സെനാരിയോ 25,100 സപ്പോർട്ട് എടുക്കുന്ന സെനാരിയോ ആണ് നമുക്ക് കൂടുതൽ തോന്നിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വെള്ളിയാഴ്ച ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒന്ന് വാരി റിന്യൂവബിൾസ് ആയിരുന്നു. വാരി റിന്യൂവബിൾസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, ഗാമ ബ്ലാസ്റ്റിനെ പറ്റി നോക്കുന്ന സമയത്ത്. ഓക്കെ, സോ അതിൻ്റെ 1 hour ടൈം ഫ്രെയിം എടുക്കുന്ന സമയത്ത് റിസൾട്ടിനോടനുബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഗാമ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക നെഗറ്റിവിറ്റി മാർക്കറ്റിലുള്ള സ്ഥിതിക്ക് ഇത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏറി വന്നാൽ ഈ ഒരു സ്ഥലം വരെ നമുക്കൊരു കറക്ഷൻ പോസിബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ലിക്വിഡിറ്റിയിൽ എടുക്കുകയാണെന്ന് വിചാരിക്കുന്നവർക്ക് എടുക്കാവുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1065 ഇനി അതല്ല, കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് തന്നെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻ കേസ് ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആവറേജ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. എനിവേ ദ ബ്രേക്ക് ഔട്ട് ഈസ് കൺഫേംഡ് ആസ് ഫാർ ആസ് ദ ലിക്വിഡിറ്റി ലെൻസ് ആൻഡ് ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്റർ ഈസ് കൺസേൺഡ്. ഓക്കെ, ബ്രേക്ക് ഔട്ട് കൺഫേംഡ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെക്കാനിസം വളരെയധികം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ ഒരു റേഞ്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം എന്നല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ പോയി ഇങ്ങനെ പോയി ഇവിടെ ചെയ്ത് ഇങ്ങനെ, ഈവൻ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ടൈം വരെ. നമ്മളെ റിസർച്ചുകൾ തുടക്ക സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ഈ യൂട്യൂബിലുള്ള ഒരുപാട് കണ്ടന്റുകളായിരിക്കുമല്ലോ. സോ അത്തരം കണ്ടന്റുകൾ തരുന്ന ഹിന്ദിക്കാരാണെങ്കിലും ഇംഗ്ലീഷുകാരാണെങ്കിലും ഒക്കെ തരുന്നത് ദേ സേ ദാറ്റ് ഇങ്ങനെ ഒരു സംഭവം ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് എന്ന്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ആദ്യം പൊളിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ആര് കണ്ടു കഴിഞ്ഞാലും ഇതല്ല ബ്രേക്ക് ഔട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കൊരു
എന്താ പറയുക മാർക്കറ്റ് മെക്കാനിസം പ്രൈസ് ആക്ഷൻ പഠിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതല്ല ബ്രേക്ക് ഔട്ട്. ഇത് ബ്രേക്ക് ഔട്ട് ആണ്, പക്ഷേ ഇത് ലേറ്റ് ബ്രേക്ക് ഔട്ട് ആണ്. പാർട്ടി ഓവർ ആയതിനു ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ലിക്വിഡിറ്റി സീക്ക് ചെയ്തിട്ട് അവർ എക്സിറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ഏരിയ ആണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആക്ച്വൽ പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരം ബ്രേക്ക് ഔട്ട് ഓൾറെഡി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ബ്രേക്ക് ഔട്ടുകൾ ഓൾറെഡി സംഭവിക്കുന്നത് നമുക്ക് ഗാമ ബ്ലാസ്റ്റ് വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഗാമ ബ്ലാസ്റ്റിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സിൽ അത് പ്രത്യേക ഒരു ചാപ്റ്ററായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയയിലായിരുന്നു ലാസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഗാമ സ്കോർ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ഗാമ സ്കോറിന് ഇവിടെ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സി ഇതായിരുന്നു ലാസ്റ്റ് ഗാമ സ്കോർ ആ ഒരു പീക്കിൽ ഉണ്ടായിരുന്നത്. അതായത് പ്രീവിയസ് സ്വിംഗ് ഹൈയിൽ ഏറ്റവും നല്ല പീക്കിൽ ഉണ്ടായിരുന്ന ഗാമ സ്കോർ എന്ന് പറയുന്നത് 304 അത് ഇവിടെ ഒന്നും ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല എന്ന് പറയാം. പക്ഷേ ആ 304 ബ്രേക്ക് ചെയ്തത് ഇവിടെ നിന്നാണ്. അതായത് ഒക്ടോബർ 9 10:15 ക്യാൻഡിൽ. അത് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ, അതായത് ഇതേപോലെ ബ്ലാസ്റ്റ് വരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ അലർട്ട് പോകാറുണ്ട് എന്നുള്ളതാണ്. സോ ആ സമയത്ത് അതിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത്തരം ഏരിയ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ബ്രേക്ക് ഔട്ട്, അതായത് ഈ ലെവലിനെ ഇവിടുന്നേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ഓൾറെഡി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ട്രയാങ്കിൾ വരച്ചാലും നമ്മൾ ഇതിനെയാണ് ബ്രേക്ക് ഔട്ട് ആയിട്ട് എടുക്കുക. ബട്ട് ഓൾറെഡി ആ ബ്രേക്ക് നടന്നതുകൊണ്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഈ ഒരു മൂവ്മെന്റ് ഫുൾ എടുത്തിട്ട് അവരെന്ത് ചെയ്യും, ഇവിടുന്ന് അത് എക്സിറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലേറ്റസ്റ്റ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കിനി ഇതിൻ്റെ ഒരു ടോട്ടൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്, വാരി റിന്യൂവബിൾസിൻ്റെ ടോട്ടൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലെവലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ്റെ ഒരു ബോക്സും ആണ്. അതുപോലെ തന്നെ പ്രീവിയസ്ലി നമ്മൾ വരച്ചിട്ടുള്ള അതിൻ്റെ ഒരു ചാനലിൻ്റെ പീക്കുമാണ്. സോ ഒരു 23% ഇങ്ങോട്ടേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 23%ൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്കതിൽ എക്സ്പെക്ട് ചെയ്യാം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂസ്ലി തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ബുള്ളിഷ് മാർക്കറ്റ് കൂടിയാണ് 50%ൻ്റെ മൂവ്മെൻറ്റ് ടുവാർഡ്സ് 1600 വരെ എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. എനിവേ റിസൾട്ട് ഈസ് ഗുഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് എലക്ട്രോൺ എഞ്ചിനീയറിംഗ് ആണ്. എലക്ട്രോണിൻ്റെ കേസ് നമുക്ക് നോക്കാം. എലക്ട്രോൺ എഞ്ചിനീയറിംഗ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് റിസൾട്ട് ഉണ്ടല്ലേ. റിസൾട്ട് അത്ര നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റേജിലാണെന്ന് പറയും. ആവറേജ് ബിയർ സ്പൈക്ക് 120 ആവറേജ് ബുൾ സ്പൈക്ക് 144. വലിയൊരു വ്യത്യാസം അവർക്കിടയിൽ വരുന്നില്ല എന്നുള്ളതാണ്. സോ ഇതൊരു ന്യൂട്രൽ സ്പേസിലാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ബ്ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത്. മറ്റൊരു സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇൻഡൻടെക് ആണ്, ഇൻഡൻസ് ടെക്നോളജീസ്. സോ ഇൻഡൻസ് ടെക്നോളജിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു നേരത്തെ ബ്ലാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്, പ്രീവിയസ് റിസൾട്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ബ്ലാസ്റ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഒരു ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു റണ്ണപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രീവിയസിലേക്ക് ഒന്നുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തന്നിട്ടുള്ള ബ്ലാസ്റ്റിനേക്കാൾ എത്രയോ പവർഫുൾ ആയിട്ടുള്ള ബ്ലാസ്റ്റാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 129 ആവറേജ് ബിയർ സ്പൈക്ക് 209. ഏകദേശം 100ൻ്റെ അടുത്ത് ഡിഫറൻസ് നമുക്ക് കാണുന്നുണ്ട്. സോ ദ ബുള്ളിഷ്നെസ് ഈസ് ലൈക്ലി ടു കണ്ടിന്യൂ എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോഴും നെഗറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് ആർ തിങ്കിങ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ തിങ്കിങ് ദ റിസൾട്ട് ഈസ് ബെറ്റർ എന്നുള്ളത്. ഓക്കെ, സോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലാസ്റ്റ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇൻഡൻ ടെക്നോളജീസിൽ. അപ്പോൾ അതും നമ്മളൊന്ന് വാച്ച് ലിസ്റ്റിലേക്ക് വെക്കുക എന്നുള്ളതാണ്. കൂടുതൽ റിസൾട്ടുകൾ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഫോർ ടുഡേ. പ്ലീസ് ഷെയർ ദ വീഡിയോ ടു അതർ പീപ്പിൾ ആൻഡ് വിൽ സീ ടുമോറോ.